കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2024ലെയും 2019ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന വിജയം കൈവരിച്ച രാജ്മോഹൻ ഉണ്ണിത്താനും കാസർകോട്ടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ബാലകൃഷ്ണൻ പെരിയയുടെ ഒരു വിഭാഗം അണികളും ചേർന്നിട്ടുള്ള കടുത്ത തമ്മിലടിയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് ബാലകൃഷ്ണൻ പെരിയയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളുമായി വലിയ ബന്ധം ബാലകൃഷ്ണൻ പെരിയയ്ക്കുണ്ട് എന്ന ഒരു കടുത്ത ആരോപണം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ, അതായത് ബാലകൃഷ്ണൻ പെരിയ ഇരട്ട കൊലപാതക കേസിലെ വ്യക്തിയുടെ മകന്റെ കല്യാണത്തിന് പോയി എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് KPCCക്ക് ഒരു പരാതി നൽകുകയും ആ പരാതിയിൽ KPCC അധ്യക്ഷനായ K സുധാകരൻ നിലപാട് സ്വീകരിക്കുകയും ബാലകൃഷ്ണൻ പെരിയയെയും ഒപ്പം അദ്ദേഹത്തിന്റെ അനുയായികളായ 4 പേരെയും പാർട്ടി അംഗത്വം വരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യം വന്നതോടുകൂടിയാണ് കാസർകോട്ടെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയിൽ വലിയ പൊട്ടിത്തെറിയും വലിയ രൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ബാലകൃഷ്ണൻ പെരിയയ്ക്കെതിരെയും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന പ്രവർത്തകർക്കെതിരെയും KPCC എടുത്ത കടുത്ത നിലപാടിന് തിരിച്ചടി നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബാലകൃഷ്ണൻ പെരിയയും സംഘവും. അതായത് 2024ലെയും 2019ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡിന്റെ MP ആയി നിൽക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ അഴിമതികളെ മുൻപിൽ കൊണ്ടുവരുമെന്നും കൃത്യമായ തെളിവുകൾ ഹാജരാക്കുമെന്നും പറഞ്ഞാണ് ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയയും സംഘവും മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയും തങ്ങളുടെ ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർത്തിയിരിക്കുന്നത്. അതായത് KPCCയും K സുധാകരനും അടക്കമുള്ള നേതൃത്വങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നവ തന്നെയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന പടി മാത്രമേ KPCC കേൾക്കുകയുള്ളൂ എന്ന രീതിയാണ് ഇപ്പോൾ KPCCയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആരോപണങ്ങളും അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ എതിരായുള്ള അഴിമതിയുടെ തെളിവുകളും KPCCക്ക് നൽകുവാൻ തങ്ങൾ തയ്യാറല്ല. രാഷ്ട്രീയപരമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ KPCC തയ്യാറല്ലാത്ത പക്ഷം തങ്ങളുടെ ഭാഗം കൂടി കേൾക്കാതെ ഏകപക്ഷീയമായൊരു നിലപാട് രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായി KPCC തീരുമാനിച്ചത് കൊണ്ട് തന്നെ KPCCയിലൂടെ ഈ പരാതിയും അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ വെച്ച് ഈ പരാതി പരിഹരിക്കുക എന്ന യാതൊരു തീരുമാനവും ബാലകൃഷ്ണൻ പെരിയയുടെയോ സംഘത്തിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് M5 ന്യൂസിനോട് അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഹൈമാസ് ലൈറ്റ് അഴിമതിയാണ് ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയ മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 237ഓളം ഹൈമാസ് ലൈറ്റുകളിൽ നിന്ന് 1 ലക്ഷത്തിലധികം പണം അദ്ദേഹം കൈക്കൂലിയായി കൈപ്പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 2 കോടിയിലധികം രൂപയാണ് ഹൈമാസ് ലൈറ്റ് നിർമ്മിച്ച് നൽകുന്നതിലൂടെ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ തെളിവുകളാണ് തങ്ങളുടെ പക്കമുള്ളത്. ഇത് വരും ദിവസങ്ങളിൽ ഒരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അവർ എടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ KPCCയുടെ ഭാഗത്ത് നിന്ന് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കുന്ന തരത്തിലേക്ക് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഹൈമാസ് ലൈറ്റിന്റെ അഴിമതി ആരോപണം അല്ലാതെ M5 ന്യൂസിന്റെ റിപ്പോർട്ടറോട് അദ്ദേഹം ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. അത് ഹൈമാസ് ലൈറ്റ് അഴിമതി മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനെതിരായിട്ടുമുള്ള ഒരു വലിയ അഴിമതി ആരോപണം കൂടി ബാലകൃഷ്ണൻ പെരിയ ഉന്നയിക്കുന്നുണ്ട്. അത് മിൽമയിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി രാജ്മോഹൻ ഉണ്ണിത്താനും അദ്ദേഹത്തിന്റെ മകനും ചേർന്ന് എന്ന കടുത്ത ആരോപണമാണ് ബാലകൃഷ്ണൻ പെരിയ M5 ന്യൂസിനോട് തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നമ്മളൊന്നും കല്യാണത്തിന് പോയതിന് തെളിവ് പോലും ഇല്ല, ഒരു ഫോട്ടോ ഇല്ല, വീഡിയോ ഇല്ല. KPCC സെക്രട്ടറിനെ പുറത്താക്കാൻ KPCCക്ക് അധികാരമില്ല. ജില്ലയിലെ എല്ലാവരെയും അയാള് തന്നക്കും തള്ളക്കും വിളിക്കും. ഇപ്പോഴത്തെ DCC പ്രസിഡന്റിനെല്ലാം വിളിക്കുന്ന തെറി കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇത് ഒരു ജാതി ഐമാക്സ് ലൈറ്റ് ആവശ്യത്തിന്. അപ്പൊ നോക്കിയപ്പോ 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഒരു ഐമാക്സ് ലൈറ്റിന് വാങ്ങിക്കുന്നത്. അപ്പൊ 2.5 കോടി രൂപ കിട്ടിയില്ലേ? അയാൾ ഇവിടുന്ന് അയാളും അയാളുടെ മകനും കൂടിയിട്ട് ഒരു 15 ലക്ഷം രൂപ വാങ്ങിച്ചൊരു കേസുണ്ട്. മിൽമേല് ജോലി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ആ പയ്യൻ ഞാൻ ഭീഷണിപ്പെടുത്തിയാള് നിന്നെ കൊന്നു കളയും പുറത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ അവൻ പ്രതിപക്ഷ നേതാവിനൊക്കെ കംപ്ലൈന്റ് കൊടുത്തതാണ്. പക്ഷെ ആരും അത് അന്വേഷിച്ചില്ല. ഒരു പോയ കോടാലിയാണ് അയാൾ. ആർക്കെതിരെ എന്തും പറയുമല്ലോ. അപ്പൊ അവർക്ക് പേടിയാണ്. അല്ലാതെ കല്യാണത്തിന് പോയാൽ അവിടെ ഒരു 40% ആളുകളൊന്നും കോൺഗ്രസ്സുകാരായിരുന്നു കല്യാണം.
കാരണം അവരുടെ ഫാമിലി കംപ്ലീറ്റ്, ഈ ബാലകൃഷ്ണന്റെ വൈഫിന്റെ ഫാമിലി കംപ്ലീറ്റ് കോൺഗ്രസ്സുകാരാണ്. മനസ്സിലായില്ലേ? ഈ പയ്യൻ എന്റെ കൂടെ എന്റെ ഈ കല്യാണം കഴിഞ്ഞ പയ്യന്റെ ബ്രദർ എന്റെ കൂടെ എനിക്ക് എറണാകുളത്ത് ഒരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ട്, അവിടെ 18 കൊല്ലമായിട്ട് ജോലി ചെയ്തതാണ്. അപ്പൊ അവൻ വിളിച്ചിട്ടാണ് നമ്മളൊക്കെ പോയത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ പ്രതിയുടെ കൂടെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ പ്രതിയോട് ലോഗ്യം പറയുക അതൊന്നും ഇല്ലല്ലോ. നമ്മള് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJP എന്ന് പറഞ്ഞിട്ട് എ കെ ആന്റണിയുടെ വീട്ടിലാരും പോവാറില്ലേ? പിണറായി വിജയൻ എത്രയോ ആളുകളെ കൊന്ന കേസിലെ പ്രതിയാണ് അല്ലെ? എന്നിട്ട് അയാളുടെ മോളെ കല്യാണത്തിന് എല്ലാവരും പോയിട്ടില്ലേ? വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ 3ാമത്തെ പ്രതിയാണ് പിണറായി വിജയൻ. എന്നിട്ട് BJP-ക്കാരവിടെ പോകുന്നില്ലേ? അങ്ങനെയുണ്ട്. ഒരു കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായ ഒരു സംഭവം, അതൊക്കെ ഒരു താക്കീത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ബാലകൃഷ്ണൻ പിള്ളയും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ കടുത്തിരുന്നു. അത് നവമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിലുമൊക്കെ കടുത്ത പോരാട്ടമായി തന്നെ നിന്നിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാധ്യമങ്ങൾക്ക് നൽകിയ പല അഭിമുഖങ്ങളിലും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയ ഒരു കാര്യം, തനിക്കെതിരെ തന്നെ പരാജയപ്പെടുത്തുവാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പല ശക്തികളും ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ കൂടോത്രം വരെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല ശക്തി കേന്ദ്രങ്ങളിലും അദ്ദേഹത്തിന് വോട്ട് ചോർച്ച ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വിജയിക്കുമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഒരു പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ അത് രാഷ്ട്രീയപരമായി തന്നെ പരാജയപ്പെടുത്തുവാൻ ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള ചില നേതാക്കന്മാരുടെ നീക്കത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് എന്ന തരത്തിലേക്കുള്ള ഒരു കടുത്ത പരാതി കൂടി KPCCക്ക് നൽകുവാനും അതിനെ തുടർ നടപടികൾക്ക് വേണ്ടി ഉള്ള ശുപാർശ ചെയ്യുവാനും ഒക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ മുതിരുമായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് M5 ന്യൂസിനോട് ബാലകൃഷ്ണൻ പെരിയ സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ, അതിൽ ഒന്ന്, പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ കല്യാണത്തിന് പോയി എന്ന് പറയുമ്പോൾ താൻ കല്യാണത്തിന് പോയിട്ടില്ല, പകരം റിസപ്ഷനാണ് പോയിരിക്കുന്നത്. പോകാനുണ്ടായ കാരണം കല്യാണ പയ്യന്റെ സഹോദരൻ വർഷങ്ങളായി തന്നോടൊപ്പം എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിന്റെ പുറത്താണ് പോയത്. അല്ലാതെ അദ്ദേഹത്തിന്റെ മകന്റെ ഒപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കുകയോ കൊലയാളിക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് ബാലകൃഷ്ണ പെരിയ പറയുകയും ചെയ്യുന്നു. ഒപ്പം അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJP-യിലേക്ക് പോയി എന്ന് കരുതി കോൺഗ്രസ് നേതാക്കന്മാരാരും എ കെ ആന്റണിയുമായി യാതൊരു സന്ധി സംഭാഷണങ്ങൾക്കോ അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണങ്ങൾക്കോ നിൽക്കാതിരിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. രണ്ടാമതായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. ബാലകൃഷ്ണൻ എന്ന വ്യക്തിയെ കൊല ചെയ്തതിന്റെ പേരിലുള്ള ഒരു കൊലപാതക കേസിലെ പ്രതിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന തക്കത്തിൽ പോലും BJP-യുടെയും RSSന്റെയും ഒക്കെ പല നേതാക്കന്മാരും മുഖ്യമന്ത്രിയുമായി പല വേദിയും പങ്കിടുന്നില്ലേ, പല കല്യാണ വേദികളും പങ്കിടുന്നില്ലേ. മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണത്തിന് പോലും കോൺഗ്രസിന്റെയും BJP-യുടെയും ഒക്കെ നേതാക്കന്മാർ പോയിട്ടില്ലേ? അങ്ങനെ നോക്കുമ്പോൾ കേവലം റിസപ്ഷന് മാത്രം പോയ തന്റെ രീതിയോട് ഇങ്ങനെയാണോ KPCC ഒരു മറുപടി നൽകേണ്ടത്? ഇങ്ങനെയാണോ KPCC എതിർക്കേണ്ടത് എന്നാണ് ബാലകൃഷ്ണ പെരിയ ചോദിക്കുന്നത്. ഒരു താക്കീത് നൽകാം അങ്ങേയറ്റം പോയാൽ, അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ. പക്ഷേ ഇവിടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും തങ്ങളെ പുറത്താക്കുന്ന ഒരു മോശപ്പെട്ട ഏകപക്ഷീയമായ നിലപാടാണ് KPCCയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനെതിരെ കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുവാനാണ് താനും തന്റെ കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് വിമത വിഭാഗമായി നിൽക്കുന്ന ബാലകൃഷ്ണൻ പെരിയയും സംഘവും പറയുന്നത്.